എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിൻ്റെ 37ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിൻ ഉടയബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തവും അണിപ്രകരഭേദങ്ങൾ പോലെ പരം എന്തെന്ത് ജാതിപിത് നാരായണായ നമ. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്നും വിട്ടുപോകാതെ സദാ സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട് ചരടിൽ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായി കാണപ്പെടുന്നത്. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ എല്ലാ ജീവജാലങ്ങളിലും, അതായത് പ്രകൃതിയാകുന്ന സമസ്തത്തിൽ, പ്രകൃതിയുടെ എല്ലാ ജീവജാലങ്ങളിലും ബോധരൂപമായിട്ടാണ് നമ്മൾ പഠിച്ചു. എല്ലാവരും നമ്മൾ 1, 2, 3, 4 ശ്ലോകത്തിൽ പറഞ്ഞു ബോധസ്വരൂപമായിട്ടാണ് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഹൃദയത്തിൽ കുടികൊള്ളുന്നത്. എന്നാലോ സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട് ഈശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്ന്, അതായത് പ്രപഞ്ചത്തിൽ മൊത്തം ജീവജാലങ്ങളുടെ ഉള്ളിൽ വസിക്കുകയും എന്നാൽ ഈശ്വരൻ്റെ ആ ഒരു പ്രഭാവം വിടാതെ സർവത്ര നിറഞ്ഞു നിൽക്കുന്നതുമായ ആ ഭഗവാൻ ചരടിൽ, നമ്മൾ മാല കോർക്കുമ്പോൾ ചരടിൽ പലതരത്തിലുള്ള ഭംഗി കിട്ടാൻ വേണ്ടി പല തരത്തിലുള്ള മുത്തുകളും അതൊക്കെ കൊരുത്തെടുക്കുന്നത് പോലെ ഭഗവാൻ ചെയ്തിരിക്കുന്നത്, വിവിധ തരത്തിലുള്ള രത്നങ്ങൾ ഓർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെല്ലാമാണ് ഈ ലോകത്ത് ഭഗവാൻ ചെയ്തിരിക്കുന്നത്, ഓർത്തിണക്കിയിരിക്കുന്നത് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. കാരണം ഏതെല്ലാം രൂപങ്ങളും ഭാവങ്ങളുമാണ് ഈ പ്രകൃതിയിൽ കാണുന്നത്. നമ്മളിലെ നദികളായും പുഴകളായും പിന്നെ മലകളായും സമുദ്രങ്ങളായും, എന്നാൽ പിന്നെ അതിനകത്ത് സമുദ്രങ്ങളിലെ ജീവജാലങ്ങളുടെ മത്സ്യം, എന്തെല്ലാം ഐറ്റം, ശംഖ്, പിന്നെ സർപ്പങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ചിപ്പി, മുത്ത്, ഇങ്ങനെ അത് വൈവിധ്യം സമുദ്രത്തിൽ. അങ്ങനെ പ്രകൃതിയിലാണെങ്കിലോ മനുഷ്യർ തന്നെ പല രൂപത്തിലും ഭാവത്തിലും വർണ്ണത്തിലും ഉണ്ട്. അതുപോലെ തന്നെ ജീവജാലങ്ങളിലെ പലതരമാണല്ലോ. അത് ഓരോ മുത്തുകൾ പോലെയാണ് അതിനെ ഭഗവാൻ കണക്കാക്കുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് മനുഷ്യർ അവരിങ്ങനെ അതാണ് മോശം ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഭഗവാൻ എല്ലാ പ്രപഞ്ച സൃഷ്ടികളിലെ എല്ലാ ഇതിനെയും എന്തായിട്ട് കാണുന്നു, രത്നങ്ങൾ പോലെയാണ് കോർത്തിണക്കി ഭഗവാൻ നമ്മളെ ഈ പ്രപഞ്ചം കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാവരിലും ഇരിക്കുന്നത്, ഒരേപോലത്തെ ഒരേ സ്വരൂപമായ, ഒരേ ഭാവമായ, ഒരേ സ്നേഹമായ, ഒരേ ഈശ്വരൻ്റെ ബോധാംശങ്ങളാണ് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതെന്നാണ് ഇവിടെ ഈ വരികളിലൂടെ ആചാര്യൻ നമ്മെ ഉപദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന്, ഇവിടെ ഒന്നും വേറെ ആയിട്ടില്ല, എല്ലാം ഭഗവാന്റെ കോർത്തിണക്കിയ മുത്തുകളാണ് ഈ നമ്മളെല്ലാവരും. ഇവിടെ ജാതി ഭേദം, മതഭേദമില്ല, ജന്തു വ്യത്യാസമില്ല, പിന്നെ ലിംഗവ്യത്യാസം ഒന്നുമില്ല. ഇവിടെ എല്ലാം ഒന്നാണ്. അതായത് മനുഷ്യൻ ആൺപെൺ, ജന്തുക്കൾ ആൺപെൺ, ഇങ്ങനെയുള്ള 2 വിഭാഗങ്ങൾ മാത്രമേ നമുക്കിവിടെ. പിന്നെ മരങ്ങൾ, വൃക്ഷങ്ങൾ, ജലത, ചെടികൾ, എന്തൊക്കെയാണോ ഈ പ്രകൃതിയിലുള്ളത് അതെല്ലാം ഭഗവാന്റെ ഒന്നായ ഭഗവാന്റെ ബോധസ്വരൂപമായി എല്ലാം സർവത്ര എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ബോധസ്വരൂപമാണ് ഇവിടെ ഈ കാണുന്നതെന്നാണ് ഇതിൽ ഈ 4 വരികളിലെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. സർവത്ര ഭഗവത് സ്വരൂപം വേറിട്ട് മാറാതെയും എന്നാൽ എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ ഹൃദയവാസിയായി കുടികൊള്ളുന്ന ഭഗവാനാണ് ഇത്. അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം. എന്തെല്ലാം തരം വിവിധ ഭേദങ്ങളായിട്ടാണ് ഈ പ്രകൃതിയിൽ വളരെ മനോഹരമായിട്ട് കോർത്തിണക്കി ഒരു മാല പോലെ, രത്നങ്ങൾ കൊണ്ടുള്ള മാല പോലെ ചമച്ച് ഭഗവാൻ അത് ഒരുപോലെ ഒരു ഭേദവും ഇല്ലാതെ കൊണ്ടുപോകുന്നത് വളരെ വിചിത്രമാണ് എന്നാണ് ഇവിടെ ഈ വരികളിൽ പറയുന്നത്. ഇനി ഈശ്വരനെ എങ്ങനെ കാണണമെന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. ബോധസ്വരൂപനായ ഈശ്വരൻ സർവത്ര സമ്പൂർണനായി നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ. എന്നാലോ ജീവാത്മാക്കളുടെ ഉള്ളിലും ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി നോക്കാം. അതിൻ്റെ ഒരു രീതി, പ്രപഞ്ചത്തിൽ സർവത്ര ഭഗവാനാണ് ഫുൾ. അത് അത്രയും പ്രകാശസ്വരൂപനും പറഞ്ഞ അഗ്നിയുടെ നിറം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നില്ലേ, അത്രയ്ക്കും ഊർജ്ജസ്വലനോ അങ്ങനെയായിട്ടൊരു ഇതാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഈശ്വരൻ, ബോധസ്വരൂപമായി ഈശ്വരൻ. എന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ആ ഭഗവാൻ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാൻ എന്താണ് കാരണം? അപ്പം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവജാലങ്ങളുടെയും
എന്തൊക്കെയാണോ ഈ പ്രകൃതിയിലുള്ള അതിലൊക്കെ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നത്, എന്താണ് കാരണം എന്ന് ചോദിക്കുന്നത്. നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിനുള്ള കാരണം എന്താണ്? ഈശ്വരാംശമായ ബോധം ജന്തുക്കൾക്കെല്ലാം ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഈ ജന്തുക്കളെല്ലാം ആ പ്രകൃതി പ്രകൃതിദത്തമായ ഗുണങ്ങളാൽ വന്ന് അവരെന്തൊക്കെ ചെയ്യുന്നു, അവരുടെ ജീവിതചര്യ നടത്തിക്കൊണ്ട്, മൃഗങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഭക്ഷണമായിട്ട് പിടിച്ച് ജീവികളെ കൊന്നും ഭക്ഷിച്ചുമൊക്കെ കഴിയുന്നു. അവർ തമ്മിൽ ഉപദ്രവങ്ങൾ ചെയ്യുന്നു, അടികൾ കൂടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ്റെ ബോധാംശം ഉണ്ടെന്നും അത് അവർക്കറിയാൻ കഴിയുമെന്നും പറയുന്നത്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളാകുന്ന മനുഷ്യരുണ്ടല്ലോ, ഈ എല്ലാ ജന്തുക്കളെയും നമ്മളെന്ത് ഇണക്കിയെടുക്കുന്നില്ലേ? എന്താണ്, പട്ടിയായാലും പൂച്ചയായാലും ആനയായാലും ഇപ്പോൾ സർക്കസിൽ തന്നെ എല്ലാ മൃഗങ്ങളും, ഏതാണ്ട് എല്ലാ മൃഗങ്ങളെ അവരെന്തായിരുന്നു ഇണക്കിയെടുക്കുന്നു. ആ ഇണക്കിയെടുക്കുന്ന ബോധം, ഈ നമ്മൾ പറയുന്നത് എന്താണെന്ന് ആ മൃഗങ്ങൾക്ക് മനസ്സിലാകുന്ന ആ ബോധം, അത് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിലാണെങ്കിൽ പട്ടി പൂച്ച മൃഗങ്ങളൊക്കെ അവർ കഴികൂടുന്നു, തിന്നുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത്രയല്ലേ നമുക്കത് മനസ്സിലാക്കാനുള്ളൂ. പക്ഷേ അല്ല, എല്ലാത്തിലും ബോധസ്വരൂപം ഉണ്ടെന്ന് അറിയാനാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ മനുഷ്യൻ നിയന്ത്രിക്കുന്നില്ല അവരെയൊക്കെ. മനുഷ്യൻ്റെ ബോധതലത്തിൽ തോന്നുന്ന ബുദ്ധി കൊണ്ട് അവരെ ആ തലത്തിലേക്ക് എത്തിക്കുന്നു, അനുസരണ പഠിപ്പിക്കുന്നു, വഴക്കിയെടുക്കുന്നു. മൃഗങ്ങളെ പട്ടിയും പൂച്ചയൊക്കെ ഇപ്പോൾ കാണുന്നില്ല നമ്മൾ. പട്ടിയായാലും പൂച്ചയായാലും കോഴിയായാലും എന്തിനെല്ലാം ഈ ജീവജാലങ്ങളെല്ലാം തന്നെ എന്താണ്, എന്ത് പറഞ്ഞാലും അവരുടെ എല്ലാം ബോധസ്വരൂപം ഉണ്ടെന്ന് അതിലൂടെ അവർക്ക് ആ ബോധം മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഉദാഹരണത്തിന് സ്നേഹം ഇല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളും കോഴികളും നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതുങ്ങൾക്ക് മനസ്സിലാകുന്ന എന്താണ്, ഈ ബോധാംശം ഈശ്വരൻ എന്ന് പറയുന്ന സ്നേഹം അതവിടെ എല്ലാത്തിലും വിളങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് അവരൊക്കെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ എങ്ങോട്ട് സ്നേഹിക്കുന്നത്. ഏത് മൃഗങ്ങളായാലും ഏത് മനുഷ്യനും ഏത് രൂപത്തിലാണെങ്കിലും അവരെ നമ്മൾ സ്നേഹം കൊടുത്ത് നമ്മൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരും ആ സ്നേഹം മനസ്സിലാക്കുന്നു. അതാണ് ആ ഈശ്വര ബോധസ്വരൂപം എന്നുള്ളത്. സ്നേഹമാണ് അല്ലേ, സ്നേഹമാണ് അഖില സാരം. ഈ ലോകത്തിൻ്റെ സാരം അമൃതം എന്ന് പറയുന്നത് എന്താണ്, സ്നേഹത്തിലാണ് കൊരുത്തിരിക്കുന്നത്. അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ സ്നേഹസ്വരൂപനാണ്. ആ ഈശ്വരൻ്റെ സ്നേഹസ്വരൂപൻ്റെ ആ സ്വഭാവ വൈശിഷ്ട്യം ഈ എല്ലാ പ്രപഞ്ച സൃഷ്ടികളിലും വൈവിധ്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു. പക്ഷേ ഹൃദയത്തിൽ എല്ലാവരിലും ആ ഭഗവാന്റെ ബോധസ്വരൂപ അംശം ഉണ്ടെന്ന് ഇവിടെ പറയുന്നതിന് ഉദാഹരണത്തിന് കാരണം ഇതാണ്. എന്താണ് ഇവിടെ ഈശ്വരാംശമായ ബോധം ജന്തുക്കൾക്കെല്ലാം ഉണ്ടെന്ന് പറയാൻ കാരണം, അപ്പം എല്ലാവരിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ മൃഗങ്ങളെയായാലും ജന്തുക്കളെയായാലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കുക, ഭക്ഷണം ആയിരുന്നാലും വളർത്തേണ്ടതായാലും കൊടുക്കുക. പക്ഷേ ആവശ്യമില്ലാതെ ഒരു ജന്തുക്കളെയും, മനുഷ്യൻ ഉൾപ്പെടെ സർവത്ര ഏത് ഇഴജന്തുക്കളായാലും എന്തിനായാലും നമുക്ക് അടിച്ചു കൊല്ലാനുള്ള യാതൊരു അധികാരങ്ങളുമില്ല. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പാമ്പ് നമ്മെ കടിക്കാൻ വരികയാണെങ്കിൽ നമുക്ക് അതിനെ അടിച്ച് ഓട്ടിക്കുക, എന്തെങ്കിലും അതിൻ്റെ പേരിൽ അത് ചത്തുപോവുകയോ ചെയ്താൽ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തം ആത്മാവിനെ നമുക്ക് ആദ്യം രക്ഷിച്ചേ മതിയാവും. നമ്മുടെ ഇല്ലെങ്കിൽ പിന്നെ വല്ലതും ഉണ്ടോ? അപ്പം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ നമുക്ക്, പക്ഷേ അത് അങ്ങേയറ്റത്തെ അവസ്ഥയായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു ജന്തുക്കളെയും ഒരു ജീവികളെയും നമ്മൾ ഇവിടെ കൊല്ലാൻ പാടില്ല. കാരണം എല്ലാം ബോധസ്വരൂപമായിട്ട് ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ അംശങ്ങളാണെന്നും അത് ഭഗവാനെ പോലെ സ്നേഹമുള്ളതാണെന്നും അവരെല്ലാം ആ സ്നേഹത്തിന് അർഹരാണെന്നും അവരെല്ലാം ഒരുപോലെ കാണണമെന്നും പറയുന്നു. അതായത് സ്വഭാവങ്ങൾക്കനുസരിച്ച് അവർക്കൊരു അകലം വെക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ എന്ന് വെച്ച് അവരെ ആരെയും നമുക്ക് ഒന്നും ചെയ്യാനുള്ള അധികാരം ഭഗവാൻ തന്നിട്ടില്ല. ആവശ്യമെന്ന് കണ്ടാൽ അറ്റ കൈക്ക് നമ്മുടെ ഒരു ജീവരക്ഷയ്ക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. എന്താണ് അവിടെ പറയുന്ന ഈ ബോധസ്വരൂപമായ ജന്തുക്കളിലും ആ സ്നേഹം. അതുകൊണ്ടാണ് ഈ സ്നേഹമെന്ന ബോധസ്വരൂപമാണ് നമ്മളെല്ലാവരിലും അടങ്ങിയിരിക്കുന്നതാണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ മനുഷ്യർ പറയുന്നില്ലേ, ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഈശ്വരാംശമാണ്. നമ്മുടെ ബോധസ്വരൂപമാണ് നമ്മൾ പറയുന്നത് ഞാനെന്ന്. ഇപ്പം ഞാനെന്ന് പറയുമ്പോഴാണ് ഞാനെന്നാകുമ്പോൾ എൻ്റെ മനസ്സില്ലേ, എൻ്റെ മനസ്സുകൊണ്ടാണ് നമ്മളെല്ലാം അറിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ജ്ഞാനേന്ദ്രിയം വേണം. ഈ ജ്ഞാനേന്ദ്രിയം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ട്, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അല്ലേ. ആ കണ്ണിൻ്റെ ബാക്കിൽ എന്താണ്, ബോധസ്വരൂപം. ആ ബോധസ്വരൂപത്തിലൂടെയാണ് നമ്മൾ ഈ മനസ്സിൽ ഈ ആജ്ഞകളൊക്കെ കിട്ടുന്നത്. ആ മനസ്സാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളിലേക്ക്, പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് അത് ആ ബോധം കൊടുക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്, ആ 4-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കും ആ ബോധം. അതാണ് നമ്മൾ താനെന്ന് പറയണമെന്നാണ് അവിടെ പറയുന്നുണ്ട്. താനെന്ന് നമുക്ക് തോന്നണമെങ്കിൽ അത് നമ്മൾ ഈ ലോകം മൊത്തമുള്ള അതാണ് താനാണെന്ന്, ഈശ്വരാംശമാണെന്ന് മനസ്സിലാക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ജന്തുക്കളായാലും മൃഗങ്ങളായാലും ലതാദികളായാലും എല്ലാം ഈശ്വരൻ്റെ
കരുണയാകുന്ന സ്നേഹമാകുന്ന സൃഷ്ടികളാണ് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പം ഞാനെന്ന് ഇവിടെ പറയുന്നത് പോലും നമ്മൾ എന്താണ്, ബോധസ്വരൂപമാണ്. ഈ ബോധം ഉണ്ടെങ്കിലേ നമുക്ക് ഞാനെന്ന് പറയാൻ പറ്റില്ലേ, പറയാൻ പറ്റുമോ? പിന്നെ ആ മിഥ്യാഹങ്കാരം കൊണ്ട് ഞാൻ എന്ന് പറയുന്നത് അത് വേറെ. പക്ഷേ ഞാനാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം, ഞാനാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ ഞാനത് കേട്ടു എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോധസ്വരൂപത്തെയാണ് ഞാനെന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെയേ പറയാവൂ. അതിനാണ് അവിടെ ഇത് പറയുന്നുള്ളത് കേട്ടോ. എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞോണ്ട് ഈശ്വരൻ ഹൃദയത്തിലാണെന്നില്ലേ. അപ്പം ഹൃദയത്തിൽ അറിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൊതിക്കുന്ന ആൾ, അതായത് ഈശ്വര സാക്ഷാത്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അവിടെ ശുദ്ധമായ ബോധവസ്തുവിനെ കണ്ടെത്തേണ്ടതാണ്. അതായത് സത്യമായ ആ ബോധ സ്വരൂപത്തെ മനസ്സിലാക്കേണ്ടതാണ്. കണ്ടെത്താൻ നമുക്ക് മനസ്സിലാക്കാനാണല്ലോ സാധിക്കുന്നത്, കണ്ടെത്തേണ്ടതാണ്. എങ്ങനെയാണ്? അപ്പോൾ ആ മനസ്സിൽ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ചേതന അതിൻ്റെ പുറകിലാണ്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മായ കാരണം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതിനാണ് ആചാര്യൻ്റെ അനുഗ്രഹത്തോടുകൂടി ഗുരുവിനെ തേടി നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നന്നായി ഈശ്വരോന്മുഖമായി നമ്മുടെ കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമായി സാത്വിക ഗുണമായി അതിലൂടെ മാത്രമേ നമുക്ക് ഈ ബോധവസ്തുവിനെ തിരിച്ചറിയാം. ബോധസ്വരൂപമായി ഈശ്വരൻ്റെ അംശമാണെങ്കിലും ഈശ്വരനാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ഈശ്വരൻ്റെ ആ എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ടെന്നും ഈശ്വരത്വം ഉണ്ടെന്നും നമുക്ക് ഈശ്വരനിലേക്ക് ലയിക്കാനുള്ള മാർഗ്ഗം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈശ്വരൻ ഹൃദയത്തിലെന്ന് നമുക്ക് പഠിപ്പിക്കുന്നത്. കാരണം ഹൃദയത്തിൽ നിന്ന് അകത്തുനിന്ന് നമ്മളെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്താണെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പം നമ്മളിൽ തന്നെ ഉണ്ടെന്ന് പൊതുവെ ഭഗവാൻ പറയുന്നു. സർവ്വവ്യാപിയാണ് ഞാൻ എല്ലാവരിലും ഒരുപോലെ നിൽക്കുന്നതാണ്, ഒരുപോലെ വിളങ്ങുന്നത്, എല്ലാവരുടെ ഹൃദയത്തിൽ ഒരുപോലെ വിളങ്ങുകയാണെന്ന് പറയണം. അപ്പോൾ ശുദ്ധമായ ബോധവസ്തുവിനെ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയാൽ തുടർന്ന് ആ ബോധവസ്തു സർവത്ര നിറഞ്ഞിരിക്കുന്നതായി കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളിലുള്ള ആ ബോധവസ്തുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ, അതുവരെ നമുക്ക് മനസ്സിലാവില്ല. അതുവരെ നമ്മൾ എന്താണ്, ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിൻ്റെ 3 ഗുണങ്ങൾ കൊണ്ട് നമ്മൾ അടിയും പിടിയൊക്കെ നമ്മൾ കൂടും, എല്ലാവരും ഞാൻ നീ എന്നൊക്കെ പറയും. പക്ഷേ ആ സാത്വിക ഗുണത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആ തത്വം, വസ്തുബോധം എന്താണ്, ആ ബോധം, ആത്മാവ് എന്താണ്, ബോധം നമ്മളിരിക്കുന്നത്, അത് എല്ലാവരും സർവത്ര നിറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഇല്ലേ, ആ ഈശ്വരൻ സർവത്രയായിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയും. ഈ അനുഭവ രഹസ്യം വെളിപ്പെടുത്താനാണ് ആചാര്യൻ ഇവിടെ എന്ത് പറയുന്നത്, ജന്തുക്കളുള്ളിൽ വിലസിയിടുന്നു നിന്നുടയ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നീ സർവത്ര എല്ലാ ജന്തുക്കളും ജീവനുള്ള എല്ലാ ചേതനയുള്ള എല്ലാത്തിലും, ആ ചേതന എന്ന് പറയുന്നത് തന്നെ ഭഗവാൻ തന്നെയാണ്. ചേതനയല്ലാത്ത ശരീരമാണ് ജഡമല്ലേ. അപ്പോൾ ആ ജഡത്വത്തിൽ ഭഗവാന്റെ ചൈതന്യം, ഭഗവാന്റെ പ്രാണനാണ് നമ്മൾ. അതെന്താണ്? ആ പ്രാണനെ ഊർജ്ജമെന്നാണ് പറയുന്നത്. ആ പ്രാണ ഊർജ്ജം നമുക്ക് തന്നിരിക്കുന്നത് ഭഗവാനാണെന്നും ആ ഭഗവാൻ അറിയാൻ നമ്മൾ ആ ശുദ്ധ തത്വബോധം അറിയുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്, നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് നമ്മൾ അതിനുവേണ്ടി മനസ്സിലാക്കി നമ്മുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം മാറ്റി നമ്മൾ എന്താണെന്ന് അറിയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരു ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എല്ലാം ഒന്നാണ്, സർവത്ര നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപനാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്നുപോലെ ആവുകയും എല്ലാത്തിനോട് സ്നേഹം തോന്നുകയും ചെയ്യും. അതാണ് പറഞ്ഞത്, എല്ലാം മനസ്സിലാക്കുന്നവർ ആരോടും ഒരു വിരോധവും ഉണ്ടാവില്ല. ആ ഒരു ഭാഗം അങ്ങ് മാറുകയാണ്. എന്താണ്, എന്തിന് വിരോധിക്കണം? എല്ലാം ശരീരങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, മനസ്സും ബോധവും എല്ലാം ഈശ്വരനാണ് എന്ന് നമ്മൾ ആ തലത്തിലേക്കൊക്കെ ഉയരണമെങ്കിൽ അത്രയ്ക്ക് നമ്മൾ അതിസാഹസമായ തപ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ എത്തൂ. അതേ രൂപത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. കാരണം ഇങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മായ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പിടിക്കുക. അതുകൊണ്ട് ആ തരത്തിൽ ഉയരണം. അതിനാണ് നമ്മൾ ആറാം ഇന്ദ്രിയമൊക്കെ 6 അതൊക്കെ തുറക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ധ്യാനത്തിലൂടെയും നമ്മുടെ നാമജപത്തിലൂടെയും നമ്മുടെ ശുദ്ധ സാത്വിക സ്വഭാവത്തിലൂടെ ഈശ്വരോന്മുഖമായി പ്രവർത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഓരോരോ ഘട്ടങ്ങളായിട്ട് അത് പുരോഗമിക്കുകയുള്ളൂ. അങ്ങനെ പുരോഗമിക്കുമ്പോൾ മാത്രമേ നമ്മളിരിക്കുന്ന ബോധതത്വം ഈശ്വരൻ്റെ അംശമാണെന്ന് അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധതത്വം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ മനുഷ്യനാണെന്നുള്ളൊരു വാല്യൂ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. കാരണം മറ്റ് മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല, ബുദ്ധിയും ബോധമൊന്നും ഇല്ല. അറിവും ബോധവും ഒക്കെ ഉള്ളത് ആർക്കാണ്? മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യൻ ആ തലത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഈ തരത്തിലായാൽ മാത്രമേ ആ ബോധവസ്തു സർവത്ര നിറഞ്ഞിരിക്കുന്നത് അനുഭവിക്കാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ സ്വഭാവവും മാറണം. നമ്മൾ എന്താണ്, ആചാര്യൻ്റെ, അതായത് ഇവിടെ പറയുന്നത് ഈശ്വരൻ്റെ, അതായത് ഭഗവാന്റെ ആചാര്യ പരമ്പരയിൽ നിന്നുള്ള ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് വേണം നമ്മൾ എന്താ വേണ്ടത്, ഈ ബോധവസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുക, ബോധതത്വത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്നും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഈശ്വരക സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ.
അതായത് ഭഗവത്ഗീത 18-ാം അധ്യായത്തിലെ 61-ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് ഈ പറയുന്നത്. സദാ പരിപൂർണനാണ് ഈശ്വരൻ. ഈശ്വരൻ എല്ലാം തികഞ്ഞ ആളാണ് അല്ലേ, സർവ്വ ഗുണങ്ങളും അല്ലേ. അതുകൊണ്ടല്ലേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കുണ്ടോ ആ ഗുണങ്ങൾ? അത് തികയുന്നവനാകുമ്പോൾ എന്തായാലും പുരുഷാർത്ഥങ്ങളൊക്കെ ആയി, എല്ലാ ഐശ്വര്യങ്ങളും ഒക്കെ ആയി ഇല്ലേ, എവിടെ എത്തും? ഭഗവാന്റെ സമമാവും. ഭഗവാൻ പൂർണ്ണനാണ്, ഒന്നിനും ഒരു കുറവില്ല. എന്തെല്ലാം ഗുണങ്ങളുണ്ട് അതിൻ്റെ എല്ലാം പൂർണ്ണ സ്വരൂപരാണ്. സ്നേഹം, ദയ, കരുണ, എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ഗുണങ്ങളായിട്ട് പറയുന്നുണ്ടോ അതിൻ്റെ എല്ലാം പൂർണ്ണത എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ ജീവികളുടെ ഉള്ളിൽ വേറെ വേറെ ആയിട്ടല്ല ഇരിക്കുന്നത്. ഈശ്വരൻ സർവ്വവ്യാപിയും സദാ പരിപൂർണനുമാണ്. എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പരിപൂർണനുമാണ്. അതുകൊണ്ടാണ് ജീവികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യാൻ ഇടയായത്. ഈ വസ്തുസ്ഥിതി ധരിച്ചാൽ സൗരയൂഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും ചരൽ രത്നങ്ങൾ എന്ന പോലെ ഒരേ ഈശ്വരങ്ങൾ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. മനസ്സിലായി? ഇപ്പോൾ വസ്തുബോധം, അതായത് ഈശ്വരൻ സർവ്വതാ വ്യാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഭഗവാന്റെ ചരലിൽ കോർത്തതാണ് ഈ പ്രപഞ്ചം ഇല്ലേ. പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ, പ്രപഞ്ചത്തിലെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്താണ്, ഭഗവാനിൽ നിന്ന് വേറിട്ട് നിൽക്കുകയില്ല, ഭഗവാനാലായിട്ട് കോർത്ത് ഇണക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. സദാ പരിപൂർണനാണ് ഭഗവാൻ. എന്നാലും എല്ലാ ജീവികളുടെ ഹൃദയത്തിൽ, അതായത് പ്രപഞ്ചം എന്ന് പറയുന്നതാണല്ലോ ജീവജാലങ്ങൾ, സൗരയൂഥം എല്ലാം ചേർന്നതാണല്ലോ പ്രപഞ്ചം. അതിലെല്ലാത്തിലും അതെല്ലാം വിവിധ രൂപങ്ങളിലാക്കി മാല ഒരുക്കുന്ന ഒരു മാല ഉണ്ടാക്കുന്ന രൂപത്തിലെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ സർവ്വതാ വ്യാപിച്ച് എന്നാൽ സദാപൂർണനായി ഭഗവാൻ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ പ്രാണസ്പന്ദനം, അതായത് ജീവജാലങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്ന ആ പ്രാണൻ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. നമ്മളിവിടെ പറയില്ല എനർജി, അതിനോട് നമ്മൾ യൂണിവേഴ്സ് നമ്മൾ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ എനർജി, അതാണ് നമുക്ക് ഇവിടെ നമ്മൾ ഈശ്വരൻ്റെ സങ്കല്പമായിട്ട് കാണുന്നത്. കാരണം ഈ ഊർജ്ജമാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപമുള്ള ഒരു സംഭവമല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. എല്ലാ രീതിയിലും പൂർണ്ണതയുള്ളതാണ്, എല്ലാ രീതിയിലും ശോഭിക്കുന്നതുമാണ്. എന്നാൽ അതിനൊരു രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിവിടെ സാന്ദ്രാനന്ദാവബോധാത്മകം ആ നാരായണീയത്തിൽ പറയുന്നുണ്ട് അല്ലേ. ആ 4 വരികളിൽ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിർമുക്തം നിത്യമുക്തം എന്നൊക്കെ പറയുന്ന വെച്ചാൽ നിർമുക്തമാണ്, മുക്തത്തിനുപരിയാണ്, നിഗമ ശതസഹസ്രേണ നിർഭാസ്യമാണ്, എത്രയോ കോടി സൂര്യപ്രകാശങ്ങളായിട്ട് ശോഭിക്കുന്ന ആള്, ആദ്യം മധ്യവും അന്തവും ഒന്നും ഇല്ലാത്തതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ആ സാന്ദ്ര നമ്മുടെ ഭട്ടതിരിപ്പാടതിൽ വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് പറയുന്ന വർണ്ണന, ഭഗവത് സ്വരൂപ വർണ്ണന പറയുന്നുണ്ട്. അത് നമ്മൾ എടുത്ത് വായിച്ചതിൻ്റെ അർത്ഥവും കൂടി നോക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് ആ കാര്യം മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്ര സർവ്വവ്യാപിയായ ഊർജ്ജമാണ് ഭഗവാൻ എന്ന് നമ്മളിവിടെ പറഞ്ഞ് മനസ്സിലായിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു വേറെ വേറെ ആയിട്ടല്ല ജീവികളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, സദാ പരിപൂർണനാണ്. അതുകൊണ്ടാണ് ജീവികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യാൻ ഇടയായത്. ഈ വസ്തുസ്ഥിതി ധരിച്ചാൽ സൗരയൂഥങ്ങൾ ഉൾപ്പെടെ, നമ്മൾ സൗരയൂഥങ്ങളെ കുറിച്ച് നമ്മൾ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ സൗരയൂഥങ്ങൾ മുതൽ എല്ലാം ഉൾപ്പെടെ എല്ലാ പ്രപഞ്ചം മൊത്തം പല രൂപത്തിലാക്കി ഭാവത്തിലാക്കി മുത്തുകൾ പോലെ പൊരുത്ത് ഭഗവാൻ സൃഷ്ടിച്ച് അതിനെ സ്ഥിതി ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈശ്വരങ്ങളിൽ നിന്ന് ആ ഈശ്വരൻ നമുക്ക് പ്രാണൻ തന്നിട്ടുണ്ട്. ആ പ്രാണോർജ്ജം കൊണ്ടാണ് നമ്മളെല്ലാം ജീവനുള്ള ചേതനയായിട്ട് മാറിയിരുന്നത്. അപ്പം ചേതന ആരാണ്? ഭഗവാനാണ് നമ്മൾ ഇരിക്കുന്നത്. ചേതന പോയാൽ എന്തായി? ജഡമായി. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ ജഡമായി കഴിഞ്ഞാൽ എല്ലാം ജഡമാകുന്നതാണല്ലോ ഇവിടെ. ആ ചേതന എന്നുകൊണ്ട് മാത്രമാണ് ഈശ്വരൻ, ആ ഊർജം നമ്മളിലുള്ള ഈ നിശ്വാസം ആശ്വാസം നിശ്വാസം നമ്മൾ ശ്വസിക്കുന്നത്. ആ പ്രാണൻ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ജഡമാണ് അല്ലേ. നമ്മുടെ ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും രോഗിയാണേലും ആരായാലും മരിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ എന്താവും? അത് ജഡമാകുന്നു. ആ തത്വമാണ് നമ്മൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടത്. ഈശ്വരൻ്റെ പ്രാണനാണ് എല്ലാവരിലും ഇരിക്കുന്നത്. നമ്മളാരും കുറേ അഹങ്കരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതിനൊക്കെ ആ തലത്തിലൊക്കെ എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ എന്താക്കണം? സാധൂകരിക്കണം, സാത്വിക മാർഗത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ നമുക്കതൊന്നും ഒരിക്കലും അതിനൊന്നും യോജിച്ചു പോകാൻ ആർക്കും കഴിയില്ല. അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പറയുന്ന എല്ലാ പ്രപഞ്ച ഘടകങ്ങളും രൂപം കൊണ്ടിരിക്കുന്നു. ഈശ്വരങ്ങളിൽ നിന്നാണ് പ്രാണനും പ്രപഞ്ച ഘടകങ്ങളും. സർവത്ര കാണുന്ന പ്രാണസ്പന്ദനം തന്നെ ഈശ്വരൻ്റെ സർവ്വവ്യാപിത്വത്തിനുള്ള തെളിവാണ്. ഈ എല്ലാത്തിലും പ്രാണൻ കിടക്കുന്ന എന്താണ്? ഈശ്വരൻ നമ്മളിലൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള തെളിവാണ്. ആ ഊർജ്ജമാണ് നമ്മളിൽ ഇരിക്കുന്നത്. ആ ഊർജ്ജം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ജഡമോ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ജഡമായി മാറും. പിന്നെ നമുക്കവിടെ യാതൊന്നും ഇല്ല. നമ്മൾ ഈ മണ്ണിലങ്ങ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട് വന്ന നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ ഇതിൽ തന്നെ അങ്ങ് ലയിക്കും. വായുവിലും അഗ്നിയിലും ജലത്തിലും പിന്നെ തീയിലും ഒക്കെ ആയിട്ട് നമ്മളങ്ങ്
പോവുകയാണ് ചെയ്യുന്നത്. എന്തിലാണോ വന്നത് അതുപോലെ നമ്മൾ പോകും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബോധസ്വരൂപമുള്ളതും പ്രാണനും ആ പ്രാണനിലുള്ള ബോധസ്വരൂപമാണ് നമ്മളാക്കി ഈ പ്രകൃതി നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും വട്ടപ്പൂജ, ഒരു വില ഒന്നും ഉള്ളവരല്ല. പ്രാണനാണ് ഇതിൻ്റെ പ്രധാനം. പ്രാണനിലെ ഒന്നുമില്ല. പ്രാണൻ തീർന്നു കഴിഞ്ഞാൽ ഇനി എത്ര വലിയ കലാകാരനാണ്, എത്ര വലിയ ശാസ്ത്രജ്ഞനാണ്, എത്ര വലിയ ആളാണ്, കുറേയൊക്കെ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കുറേ അറിവുകളും കാര്യങ്ങളൊക്കെ തന്നിട്ട് പോകും. പക്ഷെ പോയി കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്, ഈശ്വരോന്മുഖമായ പ്രവൃത്തികൾ ചെയ്ത് ഈശ്വരത്വത്തോടുകൂടി ജീവിച്ച് നമ്മുടെ കഴിവുകളെ പുലർത്തി അതിലൂടെ നമ്മൾ എന്തെങ്കിലും പ്രകൃതിക്ക് സമ്മാനമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ഇനി വരുന്ന ഇതിന് തലമുറയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നമ്മുടെ വിജയം. അതിന് നമുക്ക് എന്ത് വേണം? ഈശ്വര ആരാധന വേണം. നമ്മുടെ ഹൈന്ദവ ഇതുണ്ടല്ലോ, സനാതന പുസ്തകങ്ങൾ വായിക്കണം. അതിലൂടെ നമ്മൾ അറിവുകൾ നേടണം. നമ്മൾ എന്തായിരുന്നു, എന്താണെന്ന്, എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം. ഒരിക്കലും മായാത്ത ഇതൊക്കെയാണ് നമ്മുടെ ഈ ഗുരു പരമ്പരയാലെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന സർവത്ര കാര്യങ്ങളും മനസ്സിലാക്കി അവർ ചെയ്തിരിക്കുന്ന നമ്മുടെ സനാതന പുസ്തകങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കണം. വായിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവൂ. ഇനി അടുത്ത പറയുന്നു, വീണ്ടും പറയാണ്, ഭഗവത്ഗീത 7-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം, മത്തഃ പരതരം ജ്ഞാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, അർജുനന്റെ മറ്റൊരു പേരാണ് ധനഞ്ജയ. ഹേ ധനഞ്ജയ, എന്നിൽ നിന്നും വേർപെട്ട് ഇവിടെ യാതൊന്നും തന്നെ ഇല്ല. ഈശ്വരനിൽ ബന്ധപ്പെട്ട് കിടക്കാൻ നമ്മൾ തിരിച്ച് നമ്മുടെ പ്രാണൻ ഈശ്വരനിലേക്ക് തന്നെയാണ് പോകുന്നത് ഏത് രൂപത്തിൽ. അപ്പം നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ജന്മം എടുക്കും. പക്ഷേ അവസാനം ഒരു തീരുമാനമുണ്ട്. അവസാനം നമ്മുടെ ഈ ജന്മം എന്താവണം? പരബ്രഹ്മത്തിൽ തന്നെ ലയിക്കണം. അത് നിർബന്ധകരമായ കാര്യമാണ്, അത് വസ്തുനിഷ്ഠമായ കാര്യവുമാണ്. അത് എത്രയെങ്കിലും സമയം നമ്മൾ സംസാര ചക്രത്തിൽ കറങ്ങുമോ അത്രയും സമയം ഇവിടെ കിടന്ന് കറങ്ങും. പക്ഷേ ഈ തത്വം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഏതൊരു ആത്മാവും അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ആ മനസ്സിലാക്കുന്ന ആത്മാവിന് എന്താകും? മുൻഗണനയോടുകൂടി അവരുടെ ആത്മ ഈ സംസാര ചക്രത്തിൽ അവരുടെ ജന്മങ്ങൾ കുറയും, ഭഗവാനിലേക്ക് ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് വിട്ട ഈ പ്രാണൻ ഭഗവാൻ തന്നെ തിരിച്ച് ഭഗവാനിൽ തന്നെ ചേരേണ്ടതാണെന്നുള്ള വസ്തുത എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഈ നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ കാര്യം. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്രയൊക്കെ കറങ്ങിയാലും നമ്മൾ അവസാനം എത്തേണ്ടത് വന്നിടത്ത് തന്നെയാണ്. അങ്ങനൊരു സമ്പ്രദായം ഉണ്ട്. ജീവൻ എന്നുള്ള ശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്ന് മനസ്സിലാക്കും. നമ്മളാരും കൊണ്ടുവന്നാലല്ലോ ജീവൻ, ഈ ശ്വാസം എന്ന് പറയുന്നത്. അപ്പം ഈ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്ന ആ സമ്പ്രദായം, നമ്മുടെ ജീവൻ പ്രാണൻ എന്നുള്ള സമ്പ്രദായം ഉണ്ടെങ്കിൽ പ്രാണൻ ഉറവിടമുണ്ട്. അതാണ് ചേതന. അതാണ് ഇവിടെ പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. എന്താണ്? പ്രകൃതി എന്തെന്നറിയേ, എന്നാൽ പ്രകൃതിയുടെ ബാക്കിലെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ജീവചേതനയുണ്ട്. ആ ചേതന എന്തെന്ന് രണ്ടും കൂടി തിരിച്ച് ഒരുമിച്ച് മനസ്സിലാക്കുന്ന എന്താണ്, രണ്ടും വിവേചിച്ച് മനസ്സിലാക്കുന്നതാണ് അതീന്ദ്രിയ ജ്ഞാനം എന്നുള്ളത്. അപ്പോൾ അതീന്ദ്രിയ ജ്ഞാനം മനസ്സിലാക്കുമ്പം നമ്മൾ ആ ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അതീന്ദ്രിയ ജ്ഞാനമുണ്ട്. അതിനാണ് ധ്യാനമാർഗം ഉപയോഗിച്ച് മുനിമാരും സന്യാസിമാരും ഒക്കെ എന്ത് ചെയ്യുന്നത്? ധ്യാനത്തിലൂടെ അവരുടെ ആജ്ഞാചക്രം തുറക്കണം. അതായത് കുണ്ടലിനി ശക്തി ഓരോരോ ചക്രങ്ങൾ ഭേദിച്ച് ആജ്ഞാചക്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് രണ്ട് തലങ്ങൾ വ്യക്തമാവുന്നത്. എന്താണ് പ്രകൃതി എന്ത്, ചേതന എന്തെന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ധ്യാനത്തിലൂടെ നമ്മളിലേക്ക് ഇറങ്ങി നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിന് ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. ചെയ്ത് നമ്മൾ സർവാത്മന നമ്മളെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അവസാനം അവരുടെ കാര്യങ്ങൾ അറിയുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും അറിവുകൾ കൊടുത്തു കഴിയും. പിന്നെ അവർ ധ്യാനത്തിൽ കയറി അവർ സഹസ്രാഹാരത്തിലേക്ക് അവരുടെ പ്രാണനെ വീണ്ടും കുണ്ടലിനി ശക്തി ഉയർത്തിയാണ് അവർ ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. അങ്ങനെയാണ് സന്യാസിമാർ നമ്മളറിയുന്ന ത്രികാലജ്ഞാനികളായ സന്യാസിമാരൊക്കെ അവരവസാനം ധ്യാനത്തിൽ അവർ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അവർക്ക് രണ്ട് തലത്തിൽ നിന്നിട്ട് അവസാനം പ്രപഞ്ചത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവർക്ക് മതിയാവും, ഇനി ഈ പ്രപഞ്ചത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അവർ ധ്യാനത്തിലേക്ക് കയറും. ആ ധ്യാനത്തിലൂടെ സഹസ്രാഹാരത്തിലൂടെ അവർ കുണ്ടലിനെ ഉയർത്തി അവരെന്താക്കും? അവർ ബ്രഹ്മ സാക്ഷാത്കാരം നേടി ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹേ ധനഞ്ജയ, എന്നിൽ നിന്ന് വേർപെട്ട് ഇവിടെ യാതൊന്നും തന്നെയില്ല. ചരടിൽ രത്നങ്ങൾ എന്ന പോലെ എല്ലാം എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം തന്നെയാണ് ഇവിടെ ആചാര്യൻ ബന്ധം വിടാതെ പരിപൂർണാത്മന ജാതമിക, അതായത് എല്ലാ ജന്തുക്കളിലും ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് എന്നാ പരിപൂർണനായി നിലകൊള്ളുകയും ബന്ധം വിടാതെ നിൽക്കുകയാണ് ഭഗവാൻ. ഈ ജീവന്റെ പ്രാണൻ ഒരിക്കലും അങ്ങ് വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല. ഭഗവാന്റെ പ്രാണനാണ്. അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അവർ പ്രാണൻ കൊടുത്തല്ലേ ഇവരുടെ കുഞ്ഞുങ്ങളെ മായയിൽ ഇവിടെ നമ്മളെ വളർത്തുന്നത്. അതുപോലെ ഭഗവാൻ പരബ്രഹ്മമായ ഭഗവാന്റെ ആ ജീവൻ പ്രാണ ഊർജ്ജമാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഭഗവാന്റെ തന്നെയാണ്. ഒരിക്കലും അതിൽ നിന്ന് ബന്ധം വിട്ടു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രവൃത്തികളും എന്താണ്?
ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്ന ആൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളാം. ഇതൊന്നും കള്ളമായ കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് മെറ്റീരിയൽ ലൈഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്പിരിച്വൽ ലൈഫ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒരു നാണയത്തിന് ഒരു വശം മാത്രമല്ലല്ലോ. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള സനാതന ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തന്ന ആ ഒരു ഭാഗ്യമാണ്. നമ്മളിതിൽ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന്. അതിനും ഭാഗ്യം നമുക്ക് ഈശ്വരൻ തന്നാലല്ലേ അങ്ങോട്ടൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്നും നമുക്ക് തെറ്റായ കാര്യങ്ങളൊന്നും, ഇതെല്ലാം സത്യമായ സനാതന കാര്യങ്ങളെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ജീവൻ സത്യമാണെങ്കിൽ ഇതെല്ലാം സത്യമാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും അതൊക്കെ തെറ്റാണ്, മോശമാണ്, വേറെ വഴിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞതിനെ തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ തരത്തിലെല്ലാം ചിന്തിക്കാനും നമ്മുടെ ജീവൻ എന്താണ്, ജീവൻ്റെ പൊരുൾ എന്താണ്, ജീവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളതിൽ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആചാര്യൻ ഓരോന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ അവസാനം സർവത്ര മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മളിലെല്ലാം ഇരിക്കുന്ന പ്രാണൻ ആരാണ്? ഈശ്വരനാണ്. അത് ഈശ്വരൻ തുല്യമായിട്ടാണ് എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നതെന്നും ആ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ ഇരിക്കുന്നിടത്തോളം കാലം എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും അങ്ങനെ ഒരുപോലെ കാണണമെങ്കിൽ നമുക്ക് ഒരുപാട് തപനിഷ്ഠകളും നമുക്ക് നമ്മുടെ ജീവൻ്റെ ഉറവിടവും അതിൻ്റെ കാരണങ്ങളും അതെങ്ങനെ അതിലെത്തിപ്പെടാമെന്നുള്ള കാര്യങ്ങളും ഗുരുമുഖേന നമുക്ക് മനസ്സിലാക്കാനും കഴിയണ അവസ്ഥയായാൽ മാത്രമേ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയും. അതുവരെ നമ്മളാരും ഒരുപോലെ ആരെയും കാണില്ല. കാരണം ആ തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. മനസ്സിലാക്കുമെങ്കിലും നമുക്ക് ചെയ്യാൻ ഈ സമയങ്ങളിൽ സാധിക്കണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നത്. ജയ് ശ്രീ രാധേ രാധേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കിലത ബന്ധം വിടാതെ പരിപൂർണാത്മന സതതോ തന്തോ മണിപ്രകര ഭേദങ്ങൾ പോലെ പറയണ്ടെന്ത് ജാതിവിത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ.